കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും ചികിത്സാപ്പിഴവിനെ തുടർന്ന് രോഗി മരിച്ചുവെന്ന് കുടുംബം ആരോപിക്കുന്നു. ഇടതുവൃക്കയിലെ കല്ല് നീക്കാൻ ചെയ്ത ശസ്ത്രക്രിയ രോഗിയുടെ വലതു വൃക്കയിലാണ് ചെയ്തതെന്ന് കുടുംബം ആരോപിച്ചു. കോഴിക്കോട് വാണമേൽ സ്വദേശി പറമ്പത്ത് റീജിത്താണ് മരിച്ചത്. എന്നിട്ട് ആ സൈഡിൽ കുറച്ച് സ്റ്റോൺ ബാക്കി ഉണ്ടായിരുന്നു. അത് പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ട്യൂബോർഡ് വെച്ചിട്ടുള്ളത്. ആ ട്യൂബ് വെക്കാൻ കാരണം ഒന്ന് കിഡ്നിയുടെ ബ്ലോക്ക് ഇല്ലാതിരിക്കാൻ, 2 പഴുപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ വേണ്ടിയിട്ട്, 3 ബാക്കിയുള്ള സ്റ്റോൺ നമുക്ക് പിന്നീട് ആളുടെ കണ്ടീഷൻ ശരിയായ ആ ഹോളിൽ കൂടെ വീണ്ടും ചെയ്യാം. ഇതിന് വേണ്ടിയിട്ടാണ് ആ ട്യൂബ് വെച്ചിട്ടുള്ളത്. അങ്ങനെ അന്ന് നമ്മുടെ എല്ലാ ഡോക്ടർമാരുടെയും സഹായത്തോടു കൂടി രോഗിയുടെ കണ്ടീഷൻ മെച്ചപ്പെടുകയും ഡിസ്ചാർജ് ചെയ്ത് വിട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ സംഭവിച്ചത് 2025 ഡിസംബറിൽ രോഗി വീണ്ടും അഡ്മിറ്റ് ആവപ്പെട്ടു. ആ സമയത്ത് എന്താ സംഭവിച്ചാൽ 2 കിഡ്നിയും ബ്ലോക്ക് ആയിട്ടുണ്ട്. 2 കിഡ്നിയും ബ്ലോക്ക് ആവുകയും 2 സൈഡിലും കിഡ്നിയിലും പഴുപ്പ് നിറയുകയും നമ്മൾ ഓപ്പറേഷൻ ചെയ്യാത്ത സൈഡ്, അതായത് ഇടതുവശത്ത് പോലും ഇൻഫെക്ഷൻ നിറയുകയും ഇടതുവശത്തെ കിഡ്നിക്ക് ചുറ്റും വലിയ രീതിയിൽ, നമ്മൾ ഓപ്പറേഷൻ ചെയ്യാത്ത കിഡ്നിയാണ് ലെഫ്റ്റ് സൈഡ്, ആ കിഡ്നിയുടെ ചുറ്റുപോലും പഴുപ്പുകൾ, കെട്ടി നിൽക്കുന്ന പഴുപ്പുകൾ വരും ചെയ്യും. പെരിനെഫ്രിക് ആബ്സെസ് എന്ന് പറയും. അത് വരികയും ചെയ്തിട്ടുണ്ട്. അന്ന് ചെയ്തിരിക്കുന്നത് ആ പഴുപ്പ് നീക്കാൻ വേണ്ടിയിട്ട് ട്യൂബ് ഇട്ട് കൊടുക്കുകയാണ് ലെഫ്റ്റ് സൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഏതൊരു രോഗിയും ഇതുപോലെ ഒരു അപകടകരമായ അവസ്ഥയിൽ വരുമ്പോൾ നമ്മൾ മേജർ ഓപ്പറേഷൻ ചെയ്യില്ല. പകരം മിനിമം ഓപ്പറേഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ട്യൂബ് ഇട്ട് കൊടുത്തിട്ട് ആ പഴുപ്പും മറ്റും നീക്കം ചെയ്യുകയാണ് ചെയ്യുക. അതൊരു ലൈഫ് സേവിംഗ് പ്രൊസീജിയറാണ്. അല്ലാതെ പൂർണ്ണമായ ചികിത്സയല്ല, ഓപ്പറേഷനല്ല. ആ സിറ്റുവേഷനിൽ രോഗിയെ ജീവൻ രക്ഷിക്കാൻ ചെയ്യേണ്ടത് ആ പഴുപ്പ് നീക്കം ചെയ്യാൻ. അതെ, ശരീരത്തിൽ എവിടെ പഴുപ്പ് വന്നാലും ആ പഴുപ്പ് നീക്കം ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ അന്ന് ലെഫ്റ്റ് സൈഡിൽ ഇട്ടിരിക്കുന്ന ട്യൂബ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്തതല്ല, ആ പഴുപ്പ് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് രോഗിയുടെ കണ്ടീഷൻ നില മെച്ചപ്പെടുത്താൻ വേണ്ടി ചെയ്തിരിക്കുന്ന ട്യൂബ് ഇടുന്ന PCN എന്ന് പറഞ്ഞ ട്യൂബ് ഇട്ട് കൊടുക്കുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അന്ന് ചെയ്ത കൾച്ചർ റിപ്പോർട്ടിലും ഒരു കൂടിയ ഇനം ബാക്ടീരിയയെ ക്ലെപ്സിയല്ല എന്ന് പറഞ്ഞ് വളരെ ചുരുക്കം ആളുകൾക്ക് ബാധിക്കുന്ന വളരെ കൂടിയ ഇനത്തിൽപ്പെട്ട ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ഈ രോഗി അന്ന് തന്നെ ബാധിച്ചിട്ടുള്ളത്. ആ ട്യൂബൊക്കെ ഇട്ട് കൊടുത്ത് അന്ന് ആന്റിബയോട്ടിക്സ് എല്ലാം കൊടുത്ത് അന്ന് രോഗി സുഖം പ്രാപിച്ചിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ നമ്മൾ 2026 ഏപ്രിൽ വീണ്ടും നമ്മൾ സ്കാൻ ചെയ്തു. ആ സമയത്തും കല്ലവിടെയുണ്ട്. ഈ പഴുപ്പ് വരുന്ന കിഡ്നിയിൽ നിന്നൊരു ട്രാക്ക് പോലെ പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നെ 2 സൈഡിലും വലതുവശത്ത് വയറിന്റെ മസിലിൽ വരെ പഴുപ്പ് വന്നിട്ടുണ്ട്. 2 സൈഡിലെ കിഡ്നിയിലും പഴുപ്പ് വന്നിട്ടുണ്ട്. ഇടതുവശത്ത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യാത്ത വശത്ത് പോലും വലിയ ഒരു സോയാ സബ്സസ് എന്ന് പറയും, എന്ന് വെച്ചാൽ ആ കിഡ്നിയിലും മസിലിനും ചുറ്റുമുള്ള വലിയൊരു പഴുപ്പ് അന്ന് തന്നെ രൂപം പെട്ടിട്ടുണ്ട്. അന്ന് വീണ്ടും ആ ലെഫ്റ്റ് സൈഡിലേക്ക് ആ അബ്സസ് എന്ന് വെച്ചാൽ പഴുപ്പ് നീക്കം ചെയ്യാൻ വേണ്ടി ട്യൂബ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മളൊരു ചെറിയ ട്യൂബോ സ്റ്റെന്റോ എന്തിടുമ്പോഴും നമ്മൾ രോഗിയുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ സമ്മതത്തോടു കൂടി മാത്രമേ ചെയ്യാറുള്ളൂ. ഇതെല്ലാം വാങ്ങിയിട്ടുണ്ടാവും. സമ്മതം വാങ്ങാതെ ഒരു ഓപ്പറേഷൻ ചെയ്യാറില്ല, ഒരു പ്രൊസീജിയർ പോലും നമ്മൾ ചെയ്യാറില്ല. ഈ PCN എന്ന് പറഞ്ഞത് ഓപ്പറേഷൻ അല്ല, ഒരു ട്യൂബിടൽ മാത്രമാണ്. എങ്കിൽ പോലും അത് സമ്മതം വാങ്ങിയിട്ടേ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതിന്റെ ഡീറ്റെയിൽസ് അത് എടുത്തു നോക്കിയാൽ അത് ബോധ്യപ്പെടുന്നതാണ്. പക്ഷെ അന്ന് ചെയ്തത് ഓപ്പറേഷൻ അല്ല, പക്ഷെ അന്നും ജീവൻ രക്ഷിക്കാനുള്ള. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വിശദീകരിക്കുകയാണ്, ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല, രോഗി ഗുരുതരാവസ്ഥയിലായിരുന്നു എന്നാണ് സൂപ്രണ്ട് പറയുന്നത്.